The next section of this module is increasing and decreasing functions. എന്താണ് increasing and decreasing functions? അതിനെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അത്തരം കാര്യങ്ങളാണ് നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ക്ലാസ് റൂംസിൽ. നമ്മൾ ജസ്റ്റ് ഒരു മെത്തേഡ് നമുക്കറിയാം. The sign of derivative indicates whether a function is increasing or decreasing. ഇതാണ് ഈ ഒരു റിസൾട്ടാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വാട്ട് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ? We say that a function f is increasing at x naught if there is an interval ab containing x naught such that a less than x naught, then f of x less than f of x naught. That means a x naught like increase ചെയ്യുന്നതോറും ഫംഗ്ഷൻ വാല്യൂ f of x എന്തായിരിക്കണം, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് f of x less than f of x naught. f വാല്യൂ ഓൾസോ ഇൻക്രീസസ്. എഫ് വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് നമ്മൾ പറയുക. ഓർ അതല്ലാന്നുണ്ടെങ്കിൽ എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി, ദെൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് നോട്ട്. അതായത് എക്സ് നോട്ട് എക്സിലേക്ക് ഹയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടിനേക്കാളും കൂടി വരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്നുള്ളത് പറയും. സിമിലർലി, if f is decreasing at x naught if there is an interval ab containing x naught such that f ഒരു interval ab decreasing ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ if a less than x naught then f of x greater than f of x naught. എക്സിൽ നിന്ന് എക്സ് നോട്ടിലേക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ കുറഞ്ഞു വരുന്നു. എഫ് ഓഫ് എക്സ് ഹയർ ആയിട്ട് വരുന്നു. എഫ് ഓഫ് എക്സിൽ നിന്ന് ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടിലേക്ക് കുറഞ്ഞു വരുന്നു. ഇൻക്രീസിങ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ടിലേക്ക് കൂടി വരും. അങ്ങനെയാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഓഫ് എ ഫംഗ്ഷൻ നമ്മൾ പറയുക. ഗ്രാഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ ഇഫ് എഫ് ഇസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ദ ഗ്രാഫ് മസ്റ്റ് ബി എൻ അപ്വേർഡ്സ് ആയിരിക്കും. അതായത് മേലേക്ക് സ്ലോപ്പ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് മേലേക്കായിരിക്കും ഫംഗ്ഷൻസ് പോവുക, അപ്വേർഡ്സ് ആയിരിക്കും. ഡിക്രീസിങ് ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഡൗൺവേർഡ്സ് ആയിരിക്കും ഗ്രാഫിക്കലി പറയുക. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ എടുക്കാം. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഇൻക്രീസിങ് അറ്റ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 2. അറ്റ് പോയിന്റിൽ നമ്മൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അറ്റ് പോയിന്റിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ പോയിന്റിൽ ചെറിയൊരു ഇൻ്റർവെൽ എടുത്തിട്ട് ആ ഇൻ്റർവെൽ നമ്മൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്നാണ് ആക്ച്വലി ചെക്ക് ചെയ്യുക. ചൂസ് എ ബി, അതായത് ഇവിടെ ഒരു ഇൻ്റർവെൽ എടുത്തു. 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന 1, 3 എന്ന് പറയുന്ന ഇൻ്റർവെൽ എടുത്തു. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. വി ഹാവ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ലെസ് ദാൻ 4. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് ഫംഗ്ഷൻ. എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 2 അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ 2 എന്ന് പറയുന്നത് 4 ആണ്. 2 സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആയിട്ട് വരുന്നു. നമ്മൾ ഇൻ ബിറ്റ്വീൻ 1 and 2 പോയിന്റ്സിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. ഇൻ ബിറ്റ്വീൻ 1 and 2 പോയിന്റ്സിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാല്യൂസ് മൊത്തം ലെസ് ദാൻ 4 ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 2 and 3 നമ്മൾ ഡെഫിനിഷൻ പ്രകാരമുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നു. ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 ആയിട്ട് വരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് കണ്ടീഷൻസും വെരിഫൈ ചെയ്തു. 1ൽ നിന്ന് 2ലേക്ക് പോകുന്നതോറും ഫംഗ്ഷൻ വാല്യൂ ആക്ച്വലി ഇൻക്രീസ് ചെയ്ത് വരുന്നു. 2ൽ നിന്ന് 3ലേക്ക് പോകുമ്പോഴും സെയിം ഫംഗ്ഷൻ വാല്യൂ 4 തൊട്ട് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഫംഗ്ഷൻ എന്താകുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു, ആക്ച്വലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യുന്നില്ല, വി കൺക്ലൂഡ് ദാറ്റ് എഫ് ഈസ് ഇൻക്രീസിങ് അറ്റ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 2. ഇനി നമുക്കിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. നമ്മളൊരു സ്പെഷ്യൽ കേസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് സം റൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സം പോയിന്റിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക? ഇഫ് എഫ് ഈസ് ഇൻക്രീസിങ് അറ്റ്
സച്ച് ആൻ എക്സ് നോട്ട്, എക്സ് നോട്ടിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണ്. വി സേ ദാറ്റ് എഫ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് അറ്റ് എക്സ് നോട്ട്. ഏതൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൊടുത്ത് എക്സ് നോട്ടിൽ ഫംഗ്ഷൻ 0 ആണ്, ദാറ്റ് ഈസ് എക്സ് ആക്സിസിലാണ് പോയിന്റ് എഫ് ഓഫ് എക്സ് നോട്ട് വരുന്നത്. ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ഇൻക്രീസിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ നെഗറ്റീവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു, ആക്ച്വലി പോസിറ്റീവിലേക്ക് പോകുന്നു. എന്നിട്ട് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നു. ആ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റാണ് എക്സ് നോട്ട്. ഞാൻ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യും. ഇതാണ് ആക്ച്വലി ഒരു റൂട്ടിൽ, അതായത് ഒരു എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ സീറോസിലാണ് നമ്മൾ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എഫ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് അറ്റ് എക്സ് നോട്ട്. സിമിലർലി സെയിം ഒരു സീറോസിലാണ് ഫംഗ്ഷൻ്റെ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, ഇപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഇസ് ഡിക്രീസിങ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്താവുന്നു, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അത് ഡൗൺവേർഡ്സിലേക്ക് താഴേക്ക് പോകുന്നു. എഫ് ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അറ്റ് എക്സ് നോട്ട്. ഇങ്ങനെ നമുക്ക് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് അറ്റ് സീറോസ് ഓഫ് എ ഫംഗ്ഷന് നമ്മൾ ജസ്റ്റ് പറയുന്നു. ആണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്ങിൻ്റെ ഡെഫിനിഷനും ആൻഡ് സം പെക്യുലാരിറ്റീസും വരുന്നത്. വേറെ ചെയ്ത് നോക്കാം. We check another example. Where does f of x is equal to 3x minus 5 change sign? f of x is equal to 3x minus 5 സൈൻ ചേഞ്ച് ചെയ്യുന്നത് എവിടെ നിന്നാണ് ചോദ്യം. നമ്മളിത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് സ്ലോപ്പ് -5/3 എന്ന് പറഞ്ഞ സ്ലോപ്പാണ് ആക്ച്വലി വരിക. ആക്ച്വലി നമ്മളതൊന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. We begin by finding those x for which f of x is negative and those for which it is positive. അത് നമ്മൾ എന്തെടുക്കുന്നു, ജസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് നെഗറ്റീവ്, ദാറ്റ് മീൻസ് 3x minus 5 less than 0. That means 3x less than 5, that is x less than 5/3. എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആവുന്നത് ഏത് എക്സുകൾക്കാണ്? എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആവുന്നത് എക്സ് ലെസ് ദാൻ 5/3. സിമിലർലി എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആവുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 5/3. എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്നത് ആക്ച്വലി 5/3യിലാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 5/3യിലാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്നത് 5/3, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആവുന്നത് എക്സ് ലെസ് ദാൻ 5/3, എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആവുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 5/3. അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പെക്യുലാരിറ്റി യൂസ് ചെയ്ത്, അതായത് ഈ എഫ് ഓഫ് എക്സിന് ആക്ച്വലി ഒരു 0 5/3 ഉണ്ട്. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്ച്വലി സൈൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എഫ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് അറ്റ് എക്സ് നോട്ട് ആണോ, അല്ലെങ്കിൽ എഫ് ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അറ്റ് എക്സ് നോട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്ന സീറോസ് എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ 5/3 ആണ്. 5/3യുടെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ നമ്മൾ ആക്ച്വലി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എഫ് ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇത്രയും ഭാഗം ആക്ച്വലി ഫംഗ്ഷൻ എന്താവും, നെഗറ്റീവ് ആണ്. ഈ ഒരു ഭാഗം ഫംഗ്ഷൻ ആക്ച്വലി പോസിറ്റീവ് ആണ്. ആക്ച്വലി ഫംഗ്ഷൻ ചേഞ്ചസ് ഫ്രം ഹിയർ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ഇൻക്രീസിങ് ഫംഗ്ഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ, വേർ ഡസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x + 6 ചേഞ്ചസ് സൈൻ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമുക്കിതിനെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x - 3 × x - 2 എന്ന്. അപ്പോൾ നമുക്കിവിടെ 2 ഇൻ്റർവൽ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. അതായത് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് എന്ന് പറഞ്ഞാൽ x ഇസ് ഈക്വൽ ടു 2 ആൻഡ് x ഇസ് ഈക്വൽ ടു 3 ആണ്. ഇതാണ് ഫംഗ്ഷൻ്റെ സീറോസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അറ്റ് x ഇസ് ഈക്വൽ ടു 3ലും x ഇസ് ഈക്വൽ ടു 2ലും ഫംഗ്ഷൻ 0 ആവുന്നു, എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നു. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം ഫംഗ്ഷൻ അറ്റ് 3ലും 2ലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് ഈസ് 2, ദിസ് ഈസ് 3. ഈ 2ൽ ഫംഗ്ഷൻ എങ്ങനെയാണ് നോക്കുക. ഫംഗ്ഷനിലേക്ക് വരുന്നത് ആക്ച്വലി എന്താവുന്നു, ഫംഗ്ഷൻ പോസിറ്റീവ് തൊട്ട്
പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ചെറിയൊരു പോർഷൻ ഇവിടെ നെഗറ്റീവ് ഭാഗത്തുണ്ട്. അപ്പോൾ അറ്റ് ടൂവിൽ ഫംഗ്ഷൻ നെഗറ്റീവ് എഫ് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്താവുന്നു? ഈ ഒരു പോർഷനിൽ ഫംഗ്ഷൻ ആക്ച്വലി ഡൗൺവേർഡ്സ് ആണ് വരുന്നത്. ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡൗൺവേർഡ്സ് വരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഈ ഒരു ഭാഗത്ത് ഫംഗ്ഷൻ ആക്ച്വലി ഡിക്രീസിങ് ആയിട്ട് വരും. ഇനി അതേപോലെ തന്നെ 3ലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ ആക്ച്വലി ഗോസ് ടു നെഗറ്റീവ് ടു പോസിറ്റീവ്. ഫംഗ്ഷൻ എക്സ് ആക്സിന് താഴെയുള്ള ഭാഗത്ത് നിന്ന് ഫംഗ്ഷൻ എക്സ് ആക്സിന് മുകളിലേക്ക് കയറുകയാണ്. 3യിൽ ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ എന്താവുന്നു? അറ്റ് 3യുടെ ഈ ഒരു ഭാഗത്ത് ഫംഗ്ഷൻ ആക്ച്വലി ഗോസ് ടു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആവുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? അറ്റ് 2 ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് ആൻഡ് അറ്റ് 3 ഫംഗ്ഷൻ ഈസ് ആക്ച്വലി ഇൻക്രീസിങ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതേപോലെ ഇതാണ് നമ്മൾ സീറോസ് വെച്ചിട്ടാണ് ആക്ച്വലി ഇവിടെയൊക്കെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആക്ച്വലി പറയുന്നത്. ഇനി ഇഫ് എ ലീനിയർ ഫംഗ്ഷൻ എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് പി, that is it is a straight line, is increasing everywhere when the slope m is positive. Actually here slope means the derivative of the straight line. ഇപ്പോൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, എം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. That L of x is equal to mx plus b be a straight line or linear function, then it is increasing when the slope is positive. It is decreasing when the slope is negative, or f dash, the derivative of that linear function. That is actually the slope. ഇനി നമുക്ക് ചെക്ക് ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാണ് ഡെറിവേറ്റീവ്സ് ഇൻ നോംസിൽ. ആക്ച്വലി വി ക്യാൻ വെരിഫൈ ദാറ്റ് എ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് വേർ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് പോസിറ്റീവ്. അത് യൂസ് ചെയ്യുന്നത് ഡിഫറൻസ് ആൻഡ് കോഷ്യൻസ് റൂൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം വാട്ട് ഈസ് at rate of change. Delta y by delta x is actually f of x naught plus delta x minus f of x naught by delta x. ഇതിന് ലിമിറ്റ് അപ്രോച്ച്, ഇതിന് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് ആണ് ആക്ച്വലി ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് വരുന്നത്. ഇതെപ്പോഴാണ് പോസിറ്റീവ്? ഡെൽറ്റ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈസ് ഹയർ ദാൻ എക്സ് നോട്ട്. എക്സ് നോട്ടിനെക്കാട്ടും വലിയൊരു വാല്യൂ ആണ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ എക്സ് നോട്ടിൽ നിന്ന് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് കയറി വരികയാണ്, കൂടി വരികയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ഡെൽറ്റ എക്സ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ദെൻ എഫ് വാല്യൂ, ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ഇഫ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. That means f of x naught plus delta x minus f of x naught is greater than 0. So then this entire value will be positive. Then we apply the limit delta x tend to 0. That means dy by dx will be greater than 0. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ and f value function, if a function f is increasing, then f value of x naught plus delta x is higher than f of x naught. X naught will x naught plus delta x like increase here, so that your difference greater than 0 ആയിരിക്കും. Then the entire equation will be greater than 0. That means dy by dx is greater than 0. That means derivative at x naught will be greater than 0 if f is increasing at x naught. Similarly, if f is decreasing at x naught, then f of x naught will be higher than f of x naught plus delta x. അതായത് x naught plus delta x ലേക്ക് കൂടി വരുന്തോറും f of x naught ആയിരിക്കണം കൂടി വരുന്നത്, f of x naught ആയിരിക്കണം ഹയർ. f of x naught-നേക്കാട്ട് ചെറുതായിരിക്കും f of x naught plus delta x. അപ്പോൾ f of x naught plus delta x minus f of x naught will be negative. So then the entire equation will be less than 0. Then we apply the limit. Then we get that dy by dx at x naught will be less than 0. That means f dash at x naught less than 0 if f is negative. നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടും കിട്ടും. അങ്ങനെയാണ് ആക്ച്വലി ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എഫ് ഇൻക്രീസിങ് ആണെന്നതും എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഇസ് ഡിക്രീസിങ് അറ്റ് എക്സ് നോട്ട് എന്നുള്ളതും നമ്മൾ പറയുന്നത്. ആക്ച്വലി അങ്ങനെയാണ്. ജസ്റ്റ് നമ്മളിത് കുറച്ചുകൂടി കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ടെസ്റ്റായിട്ട് നമ്മളിതിനെ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 0 then f is increasing at x naught.
If f dash of x naught is less than 0, f is decreasing at x naught എന്ന് പറയാം. If f dash of x naught is equal to 0, the test is inconclusive. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ f dash of x naught greater than 0 ആണെങ്കിൽ f ഇൻക്രീസിങ് ആണെന്നും f dash of x naught ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ f ഡിക്രീസിങ് അറ്റ് x naught എന്നും പറയാം. f dash of x naught is equal to 0 ആകുന്ന പോയിന്റ്സിന് ആക്ച്വലി ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്നാണ് പറയുക. കുറച്ച് കഴിഞ്ഞ് ലേറ്റർ പാർട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യും. സോ നമ്മളൊരു എക്സാമ്പിളിലേക്ക് പോയാൽ ഈസ് എക്സ് റേസ് ടു 5 മൈനസ് എക്സ് റേസ് ടു 3 മൈനസ് 2x റേസ് ടു 2x സ്ക്വയർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് അറ്റ് -2. നമുക്കറിയാം ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x റേസ് ടു 4 മൈനസ് 3x സ്ക്വയർ മൈനസ് 4x. That is the derivative. Then and f value f dash of -2. f dash of -2 will be 76, which is positive. That means f dash is positive at x naught. That means f is increasing at -2. Conclude ചെയ്യാം. സിമിലർലി വേറൊരു എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. We check the another example. Let f of x is equal to x cube minus x square plus x plus 3. How does f change sign at x is equal to -1? ഞാൻ x is equal to -1 എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ f of -1 is equal to 0. That means -1 is actually a zero of the function f of x. Then we just find f dash of x. f dash of x find ചെയ്തിട്ട് and f dash of -1 will be 6. That will be greater than 0. f dash of -1 will be 6 and that is greater than 0. That means f is increasing at x is equal to -1. f increasing ആണ്. അപ്പോൾ ഒരു സീറോസ് കിട്ടി, ഫംഗ്ഷൻ്റെ സീറോസ് കിട്ടി. സീറോസിൻ്റെ കിട്ടിയാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ചസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദസ് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ദസ് എഫ് ചേഞ്ചസ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. നെഗറ്റീവ് ടു പോസിറ്റീവ് നമ്മൾ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യും.